അപ്പം മച്ചന്മാർക്ക് വേണ്ടി എൻ്റെ പുതിയൊരു കിടക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുവാണ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ പാട്ട് എപ്പിസോഡ് 2 കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ മൈക്ക് തപ്പട്ടെ. എവിടെയോ കൊണ്ട് മൈക്ക് വെച്ചിട്ടുണ്ട്. അതേ ഉണ്ട് മൈക്ക്. അതെന്നെ മൈക്കില്ലാതെ പാട്ട് പാടാൻ പാടില്ല. മൈക്ക് കിഴങ്ങ് എത്തിരിടാ. ഓക്കെ, മൈക്ക് സെറ്റപ്പ് ചെയ്യട്ടാ. ആഫ്റ്റർ 1 മില്യൺ ലെയർ ലേറ്റർ ഗൈസ്, അങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട്. ഇതാണ് മൈക്ക്. ഒരുപാട് സെറ്റ് ചെയ്യുന്നുണ്ട്. താഴെയാണ് ഗൈസ് എല്ലാ ഫങ്ഷനും ഉള്ളത്. അത് ഞാൻ കാണിക്കുന്നില്ല. താഴെ ഏകദേശം കുറേ സാധനങ്ങളുണ്ട്. അതായത് മൈക്കിൻ്റെ എല്ലാ സാധനവും അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഇതിൽ നിന്നാണ് BGM ഒക്കെ വരുന്നത്. ഓക്കെ, കാട്ടി ആയിട്ടുള്ള മൈക്കാണ്, മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ തുടങ്ങാം. Jika tuma tu sito mawashi tu suto saka tishi tu masa pia tu suto membasa pat tishi പാട്ടിൻ്റെ എന്തൊക്കെയോ തെറ്റിട്ട് കുഴപ്പമില്ല. ജസ്റ്റ് ഇതൊക്കെ നല്ല പാട്ടൊക്കെ പാടാം. ഫസ്റ്റ് മുതൽ നമുക്ക് മലയാളം പാട്ടുകൾ പാടി തുടങ്ങാം. ഇതെടുത്തോ മൈക്ക്. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ ആവശ്യം വരും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോവാണ് IFM ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പോവുക. യെസ്, ഫൈനലി ഞാൻ ഈ ദിവസത്തിനത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ IFM കംപ്ലീറ്റ് ചെയ്യും. 18 ഗോൾഡ് ഇതൊക്കെ മതി. ബാക്കി കുറച്ച് പവർ റെയിലൊക്കെ ഇട്ട് സെറ്റാക്കാം. ഇതിൻ്റെ അകത്ത് തുറക്ക് ഇതൊക്കെ മതി സെറ്റാക്കാൻ. കുറച്ച് പവർ ഡ്രൈൽ ഇടുവാണെങ്കിൽ വില്ലേജർക്ക് പടയെന്നും പറഞ്ഞു പോകും. ഇത്തിരി എനിക്ക് അവിടെ കഷ്ടപ്പെടേണ്ടി വരും. ലൈക്ക് ഈ വില്ലേജ് റൂം അവന്മാരപ്പോൾ സ്പീഡ് പിടിക്കണം. അല്ലെങ്കിൽ അവന്മാർ അവിടെ എത്തിക്കഴിഞ്ഞ് വെള്ളത്തെല്ലാം വീണ് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മാക്സിമം എനിക്ക് ബേബി വില്ലേജറിനല്ല, വലിയ വില്ലേജറിനെ 2 ഇവിടെ കൊണ്ടുവരണം. 2 ബോട്ടിൽ കൊണ്ടുവരാം. ബോട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ ഫുള്ള് മതിൽ വെച്ച് അതിൻ്റെ അകത്ത് എന്താ പറയുക മൈക്കടുത്തി കൊണ്ടുപോകാനാണ് എൻ്റെ പ്ലാൻ. റെയിൽ അവിടം വരെ എത്തുവാണെങ്കിൽ അത് ഓക്കെ. ഇവിടെ ഒരു പവർ റെയിൽ വെക്കാം. എൻ്റെ റെസ്റ്റോറൻറ്റ് ടോർച്ചുണ്ടോ? ഇല്ല. അതും ക്രാഫ്റ്റ് ചെയ്യണം. ഇത് പൊട്ടിക്കണം, പവർ ട്രെയിൽ വെക്കണം, ഇത് വെക്കണം. ഇവിടെ ഒന്ന് വെക്കാം. ഇവിടെ അടുത്ത പവർ ട്രെയിൽ. ഞാൻ ഈ സ്ഥലത്ത് വെക്കുവാണെങ്കിൽ പവർ ആവുക പോലെ വെള്ളത്തി. ഓക്കെ, നൈസ്. അപ്പം എനിക്ക് ഇവിടെ രണ്ടാമത്തെയും വെച്ച് അതിനെയും റെഡ്സ്റ്റോൺ വെച്ച് ഇതാക്കണം. കാർഡ് വെക്കണം. നിൽക്കി ഗൈസ്, നിൽക്കേ. അത് ഞാൻ തിരിച്ചു വരുമ്പോൾ സെറ്റ് ആയിക്കോളാം. അവിടെയും കൂടെ വെക്കണം. ഓക്കെ, സ്പീഡ് കൂടി. വീണ്ടും സ്പീഡ് കൂടി. നൈസ്. വീണ്ടും കൂടി. ഇത് നല്ല രസമാണ് ഗൈസ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓ എൻ്റെ മോനെ, വലിയൊരു റോളർ കോസ്റ്റ്. ഓ സ്മൂത്തായിട്ട് പോയി. ഒരു ലാഗും ഇല്ലായിരുന്നു അവിടെ. ഓ പവർ ഡ്രൈയിൽ പവർ കൊടുത്തിട്ടില്ല അവിടെ. മൈൻകാട് ഇരുന്ന് പോയി ഞാൻ. വേണ്ട സ്പീഡ് വേണ്ട. ഓ എൻ്റെ മോനെ. ഓ ഇറക്കാം. ഓ സീൻ ഇപ്പം ഞാൻ വീട്ടിലെത്തും. 2 മിനിറ്റ് മതി. അയ്യോ ക്രീപ്പർ, അയ്യോ. പുലിമുരുകൻ ഇവിടെ എത്തി. അയ്യോ, ഞാൻ അവന്മാർക്ക് ബ്രീഡാൻ എത്തി കൊടുത്തിട്ടില്ല. അപ്പം ഇവന്മാരിനി എനിക്ക് വേണ്ട 4 വില്ലേജേഴ്സിനെയാണ്. അവന്മാരെ ബ്രീഡും ചെയ്ത് അവന്മാർ വലുതായിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അവിടെ കൊണ്ടുപോകാൻ എൻ്റെ ക്യാരറ്റ് 4 വില്ലേജർ സ്പോണായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. 2000 years later. ഇപ്പം ഞാനിവിടെ 2 മൈൻകാർഡ് വെക്കും. അപ്പോൾ അമ്മ ഇവിടെ വരും. വന്നു കഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് വെച്ച് കവർ ചെയ്യണം. അത് ഇങ്ങനെ 2 ബ്ലോക്ക്, ഇങ്ങനെ 2 ബ്ലോക്ക്, ഇങ്ങനെ 2 ബ്ലോക്ക്, ഇങ്ങനെ 2 ബ്ലോക്ക്, ഇങ്ങനെ 2 ബ്ലോക്ക്.
ഇങ്ങനെ 2 ബ്ലോക്ക്, ഇങ്ങനെ 2 ബ്ലോക്ക്, ഇങ്ങനെ 3 ബ്ലോക്ക്, ഇങ്ങനെ 3 ബോട്ടും വെക്കണം. അവന്മാർ ഇതിൽ കയറിയിരിക്കുക. ഞാൻ ആ മൈക്കാട് ഓടിക്കുമ്പോൾ അവന്മാർ ഇതിൽ കയറിയിരിക്കണം. ഫസ്റ്റ് മൈക്കാട് പോട്ടെ. അത്രേ ഉള്ളു. സ്വാഭാവികം ഇപ്പോൾ ഡാമേജൊക്കെ എടുക്കും. അതങ്ങനെയാണ്. അയ്യോ രാത്രി ആവാറായാ? ഓക്കെ, അവൻ അതിലിരുന്നു ചെയ്ത്. ഗൈസ് രാത്രി ആവാറായി. ഞാൻ പോയി കിടന്നുറങ്ങിയിട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ കിടന്നുറങ്ങാൻ ഇവിടെ തന്നെ ഉണ്ട് സംവിധാനം. ഇനി നിൻ്റെ കപ്പിളിനെ വിളിച്ചിട്ട് വരാം. പൊടി ചവലേ. അത് വന്നില്ല. അവൻ അവിടെ പോയിരുന്നു. നൈസടാ. ഇന്നെയൊക്കെ സമ്മതിക്കണം. ഇനി ഞാൻ ഇനി എങ്ങനെ കൊണ്ടുപോകും? അത് കൊള്ളാം. പോലെ ഞാൻ വരുന്നത് അത്രേ ഉള്ളു. മര്യാദക്ക് അതിൽ കയറുന്നോണം. പിന്നല്ല ഇതൊക്കെ എന്ത് ആവശ്യമുള്ള സ്ഥലത്തായി ഇവന്മാർ ലാൻഡായ. ഇനി ഇവന്മാർ ഇത്തിരി ഇങ്ങോട്ട് നിൽക്കണം. ശകല മതി. ഇനി ലീഡ് അൺലീഷ് ചെയ്യണം. ഇനി ഇവന്മാരെ നമുക്കിവിടെ ട്രാപ്പാക്കണം. അവിടെ അത്രയ്ക്ക് സിമ്പിളാവില്ല കാര്യം. അവിടെ ഡേറ്റ ഇത് സാൻഡ. അപ്പം ഫസ്റ്റ് വില്ലേജർ അതിലും വഴി പോകണം. സെക്കൻഡ് വില്ലേജർ അങ്ങനെ രക്ഷോട്ട് പോയാലോ? അതെനിക്ക് പേടിയുണ്ട് കേട്ടാ. തലിവന്മാർ രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഈ വില്ലേജർ മറായി. ഓക്കെ, മൈൻകാട് പോക്കല്. അത്രേ ഉള്ളു. ഇനി എനിക്ക് ഈ മൈൻകാട് ഇവന്മാരെ തള്ളി പുറകിലോട്ട് കൊണ്ടുവരണം. ഷീറ്റ് ഇങ്ങനെ അവന്മാരവിടെ കുടുങ്ങി. മണ്ടന്മാർ. അവനകത്തോട്ട് പോയി. ഇവനെ ഇനി എങ്ങനെ പുറത്തിറക്കും? ഈ മണ്ടൻ അവിടെ കുടുങ്ങിയല്ലോ. മണ്ടന്മാരുടെ കാര്യം. ഇവന്മാരെ എക്സ്ട്രാ പണി ഒപ്പിക്കത്തുള്ളൂ. അത്രേ ഉള്ളു. ഇനി ഇവനെങ്ങനെ പുറത്തിറക്കും? പിന്നെ ഇറങ്ങിയാൽ ചിലപ്പോൾ ഓടിപ്പോയൊരു സാധ്യതയുണ്ട്. ഇവന്മാർ പണി കൂട്ടും എനിക്ക്. ഞാൻ നൈസായിട്ട് സ്മൂത്തായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഇവന്മാർ അതിൻ്റെ ഇടയ്ക്ക് കയറി പണി ചെയ്യും. ഐ ഡോണ്ട് ലൈക്ക് വില്ലേജേഴ്സ്. പണ്ട് മുതൽ ഇങ്ങനെയാണ്. മറ്റുള്ളവരെ പണിയെടുത്താണ് പണി തന്നാണ് ഇവന്മാർക്ക് ശീലം. ഇങ്ങോട്ടോടാ ചത്ത്. നൈസായിട്ട് ഇവിടെ ഇങ്ങനെ കവർ ചെയ്തേക്കാം. ഇവിടെ ഒന്നുമില്ല. നീ ഇതിനെ വഴി പൊക്കോ. നേരെ കയറി ആ മൈക്കാടി കയറി പൊക്കോ. തള്ളിക്കോയി. അങ്ങനെ ഒരുത്തൻ കയറി. രണ്ടാമത്തെ പോയി. എൻ്റെ ദോസ്ത് പോരും. രണ്ടെണ്ണം പോകുന്നുണ്ട്. സ്മൂത്തായിട്ട് പോയി. ഇനി ഇവിടുത്തെ ഇത് പൊട്ടിച്ച് കളഞ്ഞാൽ ഇവന്മാർ തിരിച്ചു പോകാൻ പാടില്ല. അപ്പം ഈ 2 വഴി ഞാൻ ഇതാക്കിയേക്കാം. ഫസ്റ്റ് ഇവനെ പൊട്ടിക്കാം. ഇവനെയും പൊട്ടിക്കാം. 2 എണ്ണം ആ വഴി പോയിട്ടുണ്ട്. ഇനി അവന്മാർ ആ മണ്ടക്കെന്ന് ആ ജോലി എടുക്കണം. ഞാൻ ഗ്ലാസ് എടുക്കാൻ മറന്ന്. ആ ഗ്ലാസ് കൈ പിടിക്കാം. നൈസ്. ഇനി ഇത് കവർ ചെയ്തോ. അല്ല പിന്നെ ഇനി ബാക്കി ഇതേപോലെ 2 വില്ലേജറിനെയും കൊണ്ടുവരണം. അപ്പം അങ്ങനെ ഇവന്മാർ വലുതായിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഫാൻ വെച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഫാൻ എടുത്ത് ഞാൻ പോയി പറയാടാ, ഞാൻ വലിയ യൂട്യൂബറാണ്, സൗണ്ട് ഉറക്കുക. വട്ടരാന്ന് വിചാരിക്കണം. അപ്പം ഇവനിനി പോവില്ല. ഇനി അവൻ ഫ്രണ്ടിലോട്ട് തള്ളി പോകും. നമ്മളിങ്ങനെ തള്ളി ഫ്രണ്ടിലോട്ട് പോകണം.
കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ച് ഇത്തിരി നീക്കിയിട്ട് തിരിച്ചു പോകാൻ പാടില്ല. എൻ്റെ സ്കിന്നിന് എന്തോ പറ്റി, സ്കിന്ന് പിടിച്ചില്ല, അത് സെറ്റാക്കണം. താഴോട്ട് ചടിക്കോയി അങ്ങനെ 2 കപ്പിൾ റെഡി ആയിട്ടുണ്ട്. വാ, 2 ഉണ്ടല്ലേ എൻ്റെ ഒരു 2 ഉണ്ട്. 2 ജോബില്ലാത്ത ചേച്ചി. ഞങ്ങൾ കൊടൈക്കനാൽ വഴി ഊട്ടിയിൽ പോവാണു. അതാ ഊട്ടി വഴി കൊടൈക്കനാലായിരുന്നു. അയ്യോ സാറേ, കൊടൈക്കനാൽ ഊട്ടി. ഓക്കെ, ഫസ്റ്റ് മൈ കാർഡ്. ഒരാൾ കയറി റിട്ടേൺ പോകുന്നു. അതായി ഈ നിൽക്കണം. രണ്ടാമത്തെ മൈൻകാർഡ് എവിടെയാടാ? മൈൻകാർഡ് ഇവിടെ വെക്കാം. ഇതിൻ്റെ തേറ് ഇവിടെ. ഓക്കെ, അവനെ അമ്മ അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് മാസിലേക്ക്. നീ പോ. ഓക്കെ, രണ്ടാമത്തെ പറന്നു പോയിട്ടുണ്ട്. നീയും പോടാ സ്പീഡി. നിനക്ക് എന്താടാ സ്പീഡില്ലേ? അല്ല പിന്നെ പോടാ. ഒരു മൈൻ കാർഡ് ഉണ്ടായിരുന്നു, എനിക്കും കൂടെ പോവായിരുന്നു. എങ്ങനെ നീ ആ സ്പീഡ് ബ്രേക്ക് എടുക്കല്ലേ? നിക്കടാ, സ്പീഡ് ബ്രേക്ക് എങ്ങനെ എടുത്തുവൻ? പ്രാവശ്യം ഞാനിവൻ്റെ ഫസ്റ്റ് ഇതും അവിടെ ഇതിനെ വഴി മണ്ടക്കോ. അവൻ്റെ കപ്പിൾ പോയി കണ്ടിട്ട് വിഷമിക്കുവാണ് ഗൈസ്. ഇനി എനിക്ക് ഇവൻ്റെ കപ്പിളിനെ കൊണ്ടുവരാൻ ഒരു വഴിയുള്ളൂ, ബോട്ട് നടക്കൂ. അല്ലെങ്കിൽ ലാഡർ കയറിയ തന്നെ വരണം. മുങ്ങിച്ചത്ത. ഹലോ, വില്ലേജിൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല എനിക്ക്. എൻ്റെ ടോർച്ച് വല്ലതും ഉണ്ടാടേ? ഇവിടെ ടോർച്ച് വെക്കാനാ. ചത്ത വെള്ളത്തിന് ചത്ത. വില്ലേജൊക്കെ ഇത്ര ഉള്ള നോട്ടിലെസ് അവിടെ രൺപൂട്ടിലുണ്ട്. വില്ലേജറെ കണ്ണിക്കായലിലേതോ വില്ലേജറിൻ്റെ ലൈൻ ചത്തുപോയി. അവൻ മണ്ടക്കേറിയ. നീ ഇവനും അവൻ്റെ ഒപ്പം സൂസൈഡ് ചെയ്താ? അയ്യോ, അവൻ്റെ കൂട്ടുകാരനാണ് കൂട്ടുകാരി എന്തിലാട്ടോ കയറി ഇവിടെ. അവനും വെള്ളത്തുണി എത്താ. ഇതെല്ലാം എൻ്റെ കൂടെ മാത്രമേ സംഭവിക്കൂ. അങ്ങനെ ഇന്ന് വീടുന്ന കാര്യത്തിൽ തീരുമാനമായി. ഇവിടെ എൻ്റെ പിങ്ക് ഷീപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ പിങ്ക് ഷീപ്പാണോ? എടാ പിങ്ക് ഷീപ്പ്. 2000 years later. എടാ നീ അറിഞ്ഞാ നിന്റെ കൂട്ടുകാരൻ റൈഡിന് പോയി, നീയും പോവുക റൈഡിന്. നീ ഏറ്റവും വലിയ പ്രശ്നം ഇനി അവൻ തിരിച്ചു വരും. അതെനിക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യണം. അപ്പോൾ സ്പീഡിൽ കയറുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് അവനെ പിടിക്കാൻ കഴിയും. ഓക്കെ, അവൻ ഇപ്പം അവൻ തിരിച്ചു വരും. ഞാൻ പറഞ്ഞില്ല, അവൻ തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കണം. അതെങ്ങനെയാടാ? അപ്പോൾ ഗൈസ്, നിങ്ങൾ പലവരും ആലോചിക്കും ഞാൻ എന്തോ ചെയ്യുന്നതെന്ന്. സിമ്പിളാണ്. നേരത്തെ പോലെ വില്ലേജർ താഴെ വീഴാതിരിക്കാൻ വേണ്ടി ഒരു വഴി സെറ്റ് ചെയ്യുകയാണ്, അതിലും വഴി പോകാൻ വേണ്ടി. അങ്ങനെയല്ല,
ഈ ചിലപ്പോൾ അവന്മാർ അപ്പുറത്തവന്മാർ ഇവിടെ ഈ വർക്ക് സ്റ്റേഷനായിട്ട് ലിങ്കായി കാണണം. ആ അത് തറയുവിന് നൈസ്. ഓക്കെ ഓക്കെ വരുന്നുണ്ട്. വാടാ, ബെഡ് കാണിച്ചേക്ക് കൊണ്ടുപോവാം. അതാണ് എൻ്റെ പ്ലാൻ. ഓക്കെ അതിവിടെ വെച്ച് ഇനി അങ്ങനെ അവിടെ ഓർമ്മകളാണ്. ഇവന്മാരുടെ വന്ന പോലെ എസ്കേപ്പ് ആവാൻ നോക്കുക. മറ്റവന്മാരെ പോലെ സ്മൂത്തായിട്ട് പോകുന്നില്ല. വൈ ഞാൻ അവന്മാരെ ബോട്ട് ഇതാക്കി കൊണ്ടുപോകണം. അതാകുമ്പോൾ ഇത്തിരി കൊണ്ട് എളുപ്പം. ആ 2 എണ്ണം പോകുന്നുണ്ട്. യെസ്, തൽക്കാലം ഡേറ്റ് വെച്ച് കവർ ചെയ്യാം. ഓക്കെ നൈസ്. യെസ് എൻ്റെ സമ്മതിക്കണം. ഓ അപ്പോൾ ഇനി 8 എണ്ണം. അത്ര ഇട്ടിട്ടുണ്ട്. അപ്ഗ്രേഡ് ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ പോവാം. ഓക്കെ അത് ഓക്കെ. ഇനി അവന്മാർ ബ്രീഡാവാൻ തുടങ്ങിക്കോളും. 20 ബെഡാണ് കറക്റ്റ് അവിടെ വെച്ചിരിക്കുന്നുണ്ടാ. അത് ഓക്കെ. എനിക്കിവിടെ നിന്ന് AFK നിന്നാൽ മാത്രം മതി. ഈ അയഫാം കേടായി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ഇനി വേറെ അയഫാം ഉണ്ടാക്കാൻ വേണ്ടി 10,000 ബ്ലോക്ക് പോകും, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ സാലറി എടുത്തോ. നീമാർ ഇത്ര ബെഡിന് എത്ര വില്ലേജറിനെ സ്പോൺ ആക്കുമെന്ന് എനിക്കറിയണം. യവന്മാർ എന്ത് ബേബി വില്ലേജറായ സ്നോ ബേബി വില്ലേജറാ?